എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആന്റിക് ലുക്കിലുള്ള ഒരു തൂക്കുവിളക്കാണ് നിർമ്മിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കട്ടിയുള്ള കാർഡ്ബോർഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനൊരു പേപ്പറിനകത്തൊരു ഡിസൈൻ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ നമ്മുടെ കാർഡ്ബോർഡിൽ വെച്ച് മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്തരത്തിലുള്ള 2 പീസുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പായി. വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ കാർഡ്ബോർഡ് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ ഷേപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് പുറത്തൊരു കവറിങ്ങും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കെട്ടുകമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മടക്കി ഇതിൻ്റെ ഒരു വശത്ത് ഒരു ചെറിയ റിങ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ കമ്പി നമ്മളുടെ കാർഡ്ബോർഡ് പീസിൽ ചേർത്ത് അങ്ങ് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ നൂൽക്കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കാർഡ്ബോർഡിനോട് ചേർത്ത് കെട്ടിക്കൊടുക്കുന്നത്. നമ്മുടെ വിളക്കിന് നല്ല ഉറപ്പിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കെട്ടുകമ്പിയും കൂടെ ഉപയോഗിക്കുന്നത്. കൂടാതെ മുകളിലത്തെ ആ റിങ് ഈ വിളക്ക് തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. എല്ലാം നന്നായിട്ട് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കമ്പിയെ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് അങ്ങ് കവർ ചെയ്ത് ഒട്ടിക്കുകയാണ്. സാധാ പേപ്പറിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. പക്ഷേ അതൊക്കെ ഉണങ്ങുന്നതിന് ഒരുപാട് ടൈം എടുക്കും. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇവിടെ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. വൈറ്റ് സിമെൻറ്റും ഗ്ലൂവും ഒരല്പം വെള്ളവും ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിന് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് വൈറ്റ് സിമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിരിക്കുന്നതാണ്. ഇത് പുട്ടി പൗഡറിൽ ഫെവിക്കോളും ഒരല്പം വെള്ളവും ചേർത്ത് ക്ലേയുടെ പരുവത്തിൽ നിന്ന് കുഴച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഈ ക്ലേക്ക് പകരക്കാരനായിട്ട് എന്ത് ഉപയോഗിക്കുക എന്നുള്ളൊരു ചെറിയ പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഞാനിവിടെ പുട്ടി ഉപയോഗിച്ച് നോക്കിയത്. ഇത് ഏറെക്കുറെ സക്സസ് ആണ്. പിന്നെ ക്ലേയുടെ അത്രയും ഒരു വഴക്കം ഇതിനുണ്ടാകത്തില്ല. സെറ്റ് ആകുന്നതിനും കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് വലുതായിട്ടൊരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഈ പേനയുടെ ചൂട് കൊണ്ട് ഇത് ഉണങ്ങുന്നതിന് മുമ്പ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കത്തിയുടെ മുന കൊണ്ട് ഇതിൽ ഇതേപോലെ ഒരു 5 മാർക്കുകളും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഷേപ്പിലും ഇതേപോലെ ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ ക്ലേ വർക്ക്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ഈ അരികളിലായിട്ട് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പുട്ടി ഒരു ത്രെഡിൻ്റെ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാണിക്കാൻ വിട്ടുപോയതാണ്. ആദ്യത്തെ ഷേപ്പ് ഒട്ടിച്ചപ്പോഴും ഞാൻ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിരുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കണം. ഇതിന് മുകളിലിട്ട് പേനയുടെ ക്യാപ്പ് ഉപയോഗിച്ച് ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിതിലെല്ലാം ചെറിയൊരു കുത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എല്ലായിടം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് താഴ്ഭാഗത്ത് ഒരു പരന്ന പ്രതലം കൂടെ ഉണ്ടാക്കിയെടുത്തു. നമുക്കവിടെ ഒരു മൺചിരാത് സെറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്.
ഇതാണ് ആ ഐറ്റം. സിറാമിക്കിൻ്റെ ആണ് ഈ വിളക്ക്. നമുക്കിവിടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഈ വിളക്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് വാക്സ് ഫില്ല് ചെയ്ത് ഇതും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി സ്ട്രക്ചറിന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കുകയാണ്. നമ്മളിതിനകത്ത് കുറേ ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയ കുഴികളും വെട്ടുകളും ഒക്കെ. അപ്പോൾ ആ ഡിസൈനകത്ത് ആ ഗ്യാപ്പുകളിലെല്ലാം ഈ കളർ ഫില്ല് ചെയ്തെടുക്കണേ. അതുകൊണ്ട് ഇതൊരല്പം സമയം എടുക്കുന്ന പണിയാണേ. ഇതിപ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇത് മെറ്റാലിക് ബ്രോൺസ് ആണ്. നമുക്കിനി ഇതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഡ്രൈ ബ്രഷ് ടെക്നിക് രീതിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എക്സസ് ആയിട്ട് എവിടെയെങ്കിലും പെയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് അങ്ങ് റിമൂവ് ചെയ്തേക്കണേ. നമുക്കൊരു ആൻറ്റിക് ലുക്കിൽ ഈ വിളക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതിൽ കംപ്ലീറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പെയിൻ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷം ഇതിനകത്ത് ഒരു കോട്ട് വാർണിഷും കൂടെ അടിച്ചു കൊടുക്കണം. ഈ വാർണിഷും കൂടെ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിന് നല്ലൊരു തിളക്കം ലഭിക്കുകയുള്ളൂ. ഈ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ വിളക്കിൻ്റെ അകഭാഗത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല. കാരണം നമ്മൾ ഇതിനകത്ത് പിന്നീട് എണ്ണ ഒഴിച്ച് തിരികെ എത്തിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ വിളക്കിവിടെ റെഡി ആയിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടാതെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി വീഡിയോയിലെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.